ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയ ഒരു നാടകത്തെപ്പറ്റിയാണ്. കളിക്കിടയിൽ ഉയർന്നുവരുന്ന അധികാരം, നീതി, ജനങ്ങളുടെ ശക്തി എന്നീ വിഷയങ്ങളെക്കുറിച്ചാണ് ഇത് സംസാരിക്കുന്നത്. ഇത് ഒരു കൂട്ടം കുട്ടികൾ കളിക്കുന്ന രാജാവും പ്രജകളും എന്ന കളിയാണ്. രാജേൻ സ്വയം രാജാവായി പ്രഖ്യാപിക്കുന്നിടത്താണ് കഥ തുടങ്ങുന്നത്. രാജേൻ രാജാവാകുന്നത് താനാണ് ഏറ്റവും ശക്തനെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ്. ശക്തിയാണ് രാജാധികാരത്തിന്റെ അടിസ്ഥാനമെന്ന ഈ വാദത്തെയാണ് ഹേം ആദ്യം ചോദ്യം ചെയ്യുന്നത്. കൂട്ടുകാരിടപെട്ട് കളി തുടങ്ങുമ്പോൾ രാജേൻ മന്ത്രിമാരെയും ന്യായാധിപനെയും സൈനികരെയും നിയമിക്കുന്നു. പുറത്തുനിന്ന് ഒരു ശത്രുവില്ലാത്തതിനാൽ സൈനികർ വെറുതെ ഇരുന്ന് മടുക്കാതിരിക്കാൻ രാജാവ് ഒരു ശത്രുവിനെ ഉണ്ടാക്കാൻ സേനാപതിയോട് ആവശ്യപ്പെടുന്നു. കാരണം യുദ്ധം ചെയ്യുന്നതിലെ ഉല്ലാസം അനുഭവിക്കാനും സൈനികരെ സജീവമായി നിർത്താനും രാജാവിനത് ആവശ്യമായിരുന്നു. രാജാവിനെ അപമാനിച്ചു എന്ന കുറ്റം ചുമത്തി ഹേമിനെ വിമതനായി പ്രഖ്യാപിക്കുന്നു. രാജാവ് വീടിനു മുന്നിലൂടെ പോകുമ്പോൾ ഹേം തുപ്പിയെന്നും രാജാവ് പോയപ്പോൾ ജനലിനടുത്തുനിന്ന് കോട്ടുവായിട്ടെന്നുമെല്ലാമാണ് കുറ്റങ്ങളായി ഉന്നയിച്ചത്. ഇതെല്ലാം ദുർബലമായതും കെട്ടിച്ചമച്ചതുമായ കുറ്റങ്ങളായിരുന്നു. രാജാവിന്റെ ഈ യുദ്ധം അന്യായമാണെന്ന് ജനങ്ങൾ ശക്തമായി പ്രഖ്യാപിക്കുന്നു. ന്യായാധിപനായ ഉബേനോട് പോലും അവർ നീതിയെക്കുറിച്ച് ചോദ്യം ചെയ്യുന്നു. രാജാവ് നീതിയുടെ വഴിയിൽ നടക്കുന്നിടത്തോളം കാലം മാത്രമേ ഞങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെയുണ്ടാവൂ എന്ന് ജനങ്ങൾ പ്രഖ്യാപിക്കുന്നു. ജനങ്ങൾ ഹേമിന്റെ പക്ഷത്തേക്ക് തിരിയുന്നതോടെ സൈനികർ യുദ്ധത്തിൽ നിന്നും പിന്മാറി ഓടിപ്പോകുന്നു. രാജാവ് പരാജയപ്പെടുകയും വിമതനായ ഹേം രാജാവിനെ ബന്ധിയാക്കുകയും ചെയ്യുന്നു. ഒടുവിൽ ന്യായാധിപന്റെ നിർദ്ദേശപ്രകാരം രാജാവ് കിരീടം അഴിച്ചുവെച്ച് ജനക്കൂട്ടത്തിൽ ചേരുന്നു. അധികാരം ശക്തിയുടെ മാത്രം അടിസ്ഥാനത്തിലല്ല, മറിച്ച് നീതിയുടെ അടിസ്ഥാനത്തിലായിരിക്കണമെന്ന സന്ദേശം ഇവിടെ വിജയിക്കുന്നു. ഈ നാടകത്തിലെ പ്രധാന രംഗങ്ങളും സംഭാഷണങ്ങളും ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. 1-ാം രംഗം: കളിക്കുന്ന കുട്ടികൾക്കിടയിൽ തർക്കം. രാജേൻ താനാണ് ഏറ്റവും വലുതെന്നും ശക്തനെന്നും പറഞ്ഞ് രാജാവാകുന്നു. എന്നാൽ ശക്തിയാണ് രാജാധികാരത്തിന്റെ അടിസ്ഥാനമെന്ന വാദം ഹേം അംഗീകരിക്കുന്നില്ല. കൂട്ടുകാരിടപെട്ട് കളി തുടങ്ങുമ്പോൾ രാജേൻ മന്ത്രിമാരെയും ന്യായാധിപനെയും സൈനികരെയും നിയമിക്കുന്നു. 2-ാം രംഗം: യുദ്ധം ചെയ്യാത്തതുകൊണ്ട് സൈനികർ വെറുതെ ഇരുന്ന് മടുക്കുമെന്നും അത് രാജ്യത്തിന് ആപത്താണെന്നും രാജാവ് സേനാപതിയോട് പറയുന്നു. സൈനികരുടെ ഉല്ലാസത്തിനും ആനന്ദത്തിനും വേണ്ടി ഒരു ശത്രുവിനെ ഉണ്ടാക്കാൻ രാജാവ് ആജ്ഞാപിക്കുന്നു. അർത്ഥങ്ങളാണെങ്കിൽ ഉല്ലാസം, അതിന്റെ അർത്ഥം ആനന്ദമെന്നാണ്. അതുപോലെ ആപത്ത് എന്ന് നമ്മൾ പറഞ്ഞു, അതിന്റെ അർത്ഥം അപകടമെന്നാണ്. രാജാവിനെ അപമാനിച്ചു എന്ന കുറ്റം ചുമത്തി സേനാപതി ഹേമിനെ വിമതനായി പ്രഖ്യാപിക്കുന്നു. രാജാവ് വീടിനു മുന്നിലൂടെ പോയപ്പോൾ ഹേം കോട്ടുവായി ഇട്ടെന്നാണ് പ്രധാന കുറ്റം. താൻ രാജാവായ ശേഷം ഒരിക്കലും ആ വഴി പോയിട്ടില്ല എന്ന് ഹേം പറയുന്നു. എന്നാൽ ഒരിക്കലെങ്കിലും നീ കോട്ടുവായി ഇട്ടിട്ടില്ലെന്ന് പറയാമോ എന്ന ചോദ്യത്തിനു മുന്നിൽ ഹേം തന്റെ കുറ്റം സമ്മതിക്കുന്നു. അതായത് കോട്ടുവായി ഇട്ടിട്ടുണ്ടാകാം എന്ന് സമ്മതിക്കുന്നു. 3-ാം രംഗം: ഹേമിനെതിരായ യുദ്ധം ന്യായമാണോ എന്ന് ജനങ്ങൾ ന്യായാധിപനോട് ചോദിക്കുന്നു. രാജാവ് ചെയ്യുന്നതെല്ലാം ന്യായമാണ്, രാജാവിന്റെ ഇഷ്ടത്തിന് നമ്മൾ തല കുനിക്കേണ്ടി വരും, അന്യായമാണെങ്കിൽ പോലും എന്നായിരുന്നു ന്യായാധിപന്റെ ആദ്യ നിലപാട്. ജനങ്ങൾ ശക്തമായി ഇതിനെ ചോദ്യം ചെയ്യുകയും രാജാവ് നീതി കൈവെടിയുമ്പോൾ അദ്ദേഹം പിന്നെ രാജാവായിരിക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. തങ്ങൾക്ക് നീതി വേണമെന്നും അന്യായം നിറഞ്ഞ യുദ്ധത്തിൽ തങ്ങൾ രാജാവിന്റെ കൂടെ ഇല്ല എന്നും ഉറപ്പിച്ചു പറയുന്നു. യുദ്ധം തുടങ്ങിയപ്പോൾ സൈനികർ ഓടിപ്പോകാൻ തുടങ്ങി. ഓടിപ്പോകാത്തവർക്ക് സമ്മാനം നൽകാമെന്ന് രാജാവ് വാഗ്ദാനം ചെയ്തിട്ടും ഫലമുണ്ടായില്ല. വിമതനായി ഹേം സൈനികരുമായി വന്ന് രാജാവിനെ ബന്ധിയാക്കുന്നു. ഒടുവിൽ ന്യായാധിപന്റെ നിർദ്ദേശപ്രകാരം രാജാവ് കിരീടം അഴിച്ചുവെച്ച് ജനക്കൂട്ടത്തിൽ ചേരുന്നു. രാജസഭയിലെ കവി പോലും തോറ്റ രാജാവിനെക്കുറിച്ച് എഴുതാതെ വിജയിച്ച ജനങ്ങളുടെ കീർത്തിഗീതം എഴുതാൻ പോയതായി ന്യായാധിപൻ അറിയിക്കുന്നു. നീതിക്കു മുന്നിൽ രാജാധികാരം കീഴടങ്ങുന്നു. രാജാ ഓർ വിദ്രോഹി എന്ന ഈ നാടകത്തിന്റെ രചയിതാവ് രവീന്ദ്രനാഥ ടാഗോറാണ്. അദ്ദേഹം ഇന്ത്യൻ സാഹിത്യത്തിലെ മഹാനായ എഴുത്തുകാരനും കവിയും തത്വചിന്തകനുമാണ്. അതുപോലെ ഏഷ്യയിൽ നിന്ന് ആദ്യമായി നോബൽ സമ്മാനം നേടിയ വ്യക്തിയാണ്. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ടാഗോറാണ്. ടാഗോറിന്റെ ബംഗാളി നാടകം ഹിന്ദിയിലേക്ക് വിവർത്തനം ചെയ്തത് അമർ ഗോസ്വാമിയാണ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. ബൈ.